വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർദ്ധവാർഷിക പരീക്ഷ 2025-26 അധ്യയന വർഷത്തിൽ നടക്കാൻ പോകുന്ന അർദ്ധവാർഷിക പരീക്ഷ 3ാം ക്ലാസ്സിലെ സിലബസ് മാറിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ ഈ സിലബസ് മാറിയത് കൊണ്ട് തന്നെ പഴയ ചോദ്യപേപ്പർ ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു മോഡൽ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അതുപോലെ തന്നെ മൂന്നിൻ്റെ കുറച്ച് ക്വിസുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ചാപ്റ്ററിൻ്റെ. അപ്പോൾ അതൊന്നും ഇതുവരെയായിട്ട് ലഭിക്കാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ക്വിസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് മദ്രസ ഗൈഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പച്ച നിറത്തിൽ ഒരു ഐക്കൺ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കും. അതിൽ ക്വിസ് ബുർഹാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ നിങ്ങൾ ക്ലാസ് സെലക്ട് ചെയ്യുക, വിഷയം സെലക്ട് ചെയ്യുക, ചാപ്റ്റർ സെലക്ട് ചെയ്യുക, ക്വിസ് തുടങ്ങാം. അതിൽ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾക്ക് പേരും കൊടുക്കുക, രണ്ടാമത്തേതിൽ റോൾ നമ്പറോ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് ക്വിസ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യ പ്രവർത്തനം നോക്കാം. യോജിപ്പിക്കാം എന്നുള്ളതാണ്. വലതുഭാഗത്ത് കൊടുത്ത പ്രവർത്തന എഴുത്തിൽ ഓരോന്നിനും യോജിച്ചത് ഇടതുഭാഗത്ത് കാണുന്ന കോളത്തിൽ നിന്ന് എടുത്തെഴുതാം. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. ഇതിൽ ആരെയാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ? അത് മലക്കുകളാണ്. ഇതിങ്ങോട്ട് എടുത്തെഴുതേണ്ടതാണ്, മലക്കുകൾ. 23 വർഷം കൊണ്ട് ഇറക്കപ്പെട്ടതാണ്. 23 വർഷം എടുത്തു അത് ഇറങ്ങാൻ. അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. ഖുർആൻ 23 വർഷം കൊണ്ടാണ് അവതരിച്ചത്. 3 വിശ്വസ്തരും ബുദ്ധി കൂർമ്മത ഉള്ളവരുമാണ്. ഇതിൽ ആരെ പറ്റിയാണ് പറഞ്ഞത്? പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ വിശ്വസ്തരാണ്, അതുപോലെ ബുദ്ധി കൂർമ്മത ഉള്ളവരാണ്, നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ്. 4 സൃഷ്ടികളിൽ അത്യുന്നതർ. അതായത് അത്യുന്നതർ എന്ന് പറഞ്ഞാൽ നല്ല ഉത്തമരായ വ്യക്തി അതാരാണെന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബി തങ്ങളാണ്. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം വർദ്ധിപ്പിക്കണം. എന്താണ് വർദ്ധിപ്പിക്കേണ്ടത്? സലാത്തും അതുപോലെ സലാമും വർദ്ധിപ്പിക്കണം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ഫില്ലായി. ഇനി അടുത്ത പ്രവർത്തനമാണ് 3 വീതം എഴുതാം. 3 വീതം ഉദാഹരണം എഴുതി കൊടുക്കാം. 1 ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകൾ 5 പേരാണ്. അതിൽ 3 പേരെ മാത്രം എഴുതി കൊടുത്താൽ മതി. ഒന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് ഈസാ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നോഹ് നബി അലൈഹിസ്സലാം. ഒരിക്കലും നിങ്ങൾ ഹെഡിങ് വായിക്കാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിനോട് കാണിക്കേണ്ട അദബുകൾ. നാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഖുർആനോട് നാം എങ്ങനെയാണ് ബഹുമാനം കാണിക്കേണ്ടത്, അതിനുള്ള ഉദാഹരണങ്ങൾ 3 എഴുതാനുള്ളത്. 1, അതിൻ്റെ മീതെ ഒന്നും വെക്കാൻ പാടില്ല. മറ്റൊന്ന്, ശുദ്ധി കൂടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തൊടാനും പാടില്ല, അതുപോലെ ചുമക്കാനോ പാടില്ല. മറ്റൊന്ന്, അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. ഇതൊക്കെ അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. ഇനി 3ാമത്തെ ചോദ്യം, പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ പരലോകത്ത് വിശ്വസിക്കണം, അതായത് പരലോകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1 ഖബർ ജീവിതം, അതുപോലെ തന്നെ മഹ്ശർ, അതുപോലെ മീസാന്, സിറാത്ത്, സ്വർഗം, നരകം. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്, പരലോകത്തുണ്ടാകും. ഇനി എണ്ണം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. അമ്പിയാക്കൾ. എത്ര അമ്പിയാക്കളുണ്ട്? 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിൽ മുർസലുകൾ എത്ര പേരാണ്? അമ്പിയാക്കളിൽ നിന്ന് മുർസലുകൾ അവർ 313 പേരാണ്. പിന്നെ ഉലുൽ അസ്മുകൾ, അവ നമ്മൾ പറഞ്ഞു 5 പേരാണ് ഉലുൽ അസ്മുകൾ. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ്? വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൽ ഈമാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും, അത് മറക്കരുത്.
അതിലൊരു ബെയ്ത്തുണ്ട്, ഈമാനുന ബില്ലാഹി വൽ മലായിക്ക എന്ന് പറയുന്നത്. അത് നിർബന്ധമായി കുട്ടികൾ പഠിച്ചിരിക്കണം. അത് ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരാം. ഈ രണ്ടാമത്തെ ചോദ്യം, മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്ത്? ഓരോ നബി മലക്കുകൾക്കും ഓരോ ചുമതലകളുണ്ട്. അതിൽ ഈ രണ്ട് മലക്കുകൾ മുൻകർ നക്കീർ അലൈഹിസ്സലാം, ഇവരുടെ ജോലി എന്താണ്? ഖബറിൽ ചോദ്യം ചെയ്യലാണ്. 3, മുർസലുകൾ ആരാകുന്നു? ആർക്കാണ് മുർസലുകൾ എന്ന് പറയാം? നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടു ആരിലേക്ക്? ആരിലേക്കാണ് നമ്മുടെ നബിയെ നിയോഗിക്കപ്പെട്ടത്? ലോകത്തെ സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് നമ്മുടെ നബി. 5, എന്താണ് മരണം? മരണം എന്നാൽ എന്താണ്? ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം. ഇനി പൂർത്തിയാക്കാം. ഡേഷ് കിതാബുകളും ഡേഷ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. എത്രയാണ്? 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. 2, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഡേഷ്, അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മുകൾ. ആരാണ് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ? മുർസലുകൾ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. 3, വമാ അർസൽനാക ഇല്ലാ ഡേഷ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണം കേട്ടോ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രകാരം എല്ലാവരും അതിലെ ചോദ്യോത്തരങ്ങളൊക്കെ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.